Hey guys, assalamualaikum. Wow, I love the energy. Assalamualaikum. Walaikum assalam. Guys, അപ്പോ ഇന്ന് 22nd നോമ്പായിട്ട് നമ്മൾ ആന്റിയുടെ വീട്ടിലോട്ടാണ് പോണത്. അത് മാത്രമല്ല വേറെന്താണ് പരിപാടി ഇന്ന് പറയൂ. ഡ്രസ് എടുക്കും നമുക്ക് പെരുന്നാളിന്. മറന്നുപോയി. നീളായിട്ട് വണ്ടി എടുക്കാൻ. സുനു, are we going or not? ഇന്ന് വേണ്ടേ ഈ ഭൂമിയിലത്തെ ലാസ്റ്റ്. അപ്പോ നമ്മൾ ഇന്ന് ഫോർ എ ചേഞ്ച് താറിൽ പോവാന്ന് വിചാരിച്ചു. ബിക്കോസ് കുറെ ദിവസമായി നമ്മൾ താർ എടുക്കാതെ അല്ലേ ബേബി. ഫോർ എ ചേഞ്ച് ലെറ്റ്സ് ഗോയിങ് താർ ടുഡേ. യാ, അപ്പൊ ഇത് കുറച്ച് ദിവസങ്ങളായി നമ്മൾ താറിലൊന്നും പോവാതെ. അപ്പൊ നമ്മൾ വിചാരിച്ചു താരിൽ പോ. സുനു, ഈ സൽവർ എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? എവിടെയോ കണ്ടു പരിചയമുണ്ട്. വല്ല ആവശ്യമുണ്ടോ? നമ്മളെന്തായോ പറങ്ങണ ഇവിടെ പറങ്ങണ എന്താ പറയണേ, അവൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഗേറ്റ് ഓപ്പൺ ആണ് അതുകൊണ്ട്. ബൈ ദ വേ, സൽവർ എവിടെ കണ്ട് പരിചയം? എവിടെയോ കണ്ട് പരിചയമുണ്ട്. ഉണ്ടാ? നിനക്കുണ്ടെന്ന് തോന്നണല്ലേ ഇങ്ങനത്തെ? എനിക്കുണ്ടല്ലോ, അവള് ഒരേ സമയത്ത് സെയിം ആയിട്ട്. അപ്പൊ മനസ്സിലായല്ലേ കാര്യം അത് തന്നെ. അപ്പൊ നമുക്ക് പോ എബു. എന്റെ എബു കുഞ്ഞ് റെഡിയാണോ? പോവാ നമുക്ക്. എബു കുളിച്ച് ഫ്രഷ് ആയി. എപ്പോഴും ഈ ഇടയിട്ട് എനിക്ക് പണി തരല പണിയവനി. എന്ത് പണി? ഡേ ടൈം ഡയപ്പർ ഇടാറില്ലല്ലോ. അപ്പൊ ഫുള്ള് പോട്ടി ഇട്ടിട്ട് നല്ല വൃത്തിയാക്കി ചമ്മന്തിയാക്കി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ കഴുകി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങണം, കുളിപ്പിച്ചിട്ടാണ്. ഒരു സംഭവം തന്നെ അത്. എന്റെയാ എല്ലാ ആവശ്യമുണ്ട്. അത് എടുത്ത നീ അല്ലാതെ നന്നായി. എന്റെ ഫോണാണ് ഒരു യൂസ്ലെസ് ഫോൺ. ഈ വീട്ടില് യൂസ് ആക്കാറില്ല. പിള്ളേരാണ് ചില ടൈമിൽ അതെടുത്ത് യൂസ് ചെയ്യാറ്. എഡിറ്റിങ്ങിനൊക്കെ ഞാൻ എടുക്കും ലാപ്ടോപ്പ് ഫോൺ, അല്ലാതെ ആവശ്യമില്ല ഗൈസ്. വേണ്ട ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. മമ്മനെ ഡെയിലി വിളിക്കും, അത് മാത്രം. എന്താണ് അല്ല, എന്റെ ഫോണിന്റെ കാര്യം പറഞ്ഞത്. അപ്പോ ലെറ്റ്സ് ഗോ. താരി കേറുന്നത് കാണിക്കണോ ഗൈസ്? നമ്മൾ കണ്ടല്ലേ കേറി കഴിഞ്ഞ് കാണിക്കണം. ഞാനും പറയാ ചൂട് വേണ്ട. മച്ചല്ലേ ഓടിക്കണേ? കുഞ്ഞേ ഡാഡും മച്ച ഓടിക്കോട്ടാ. എന്റെ കുഞ്ഞു വാ. ജസ്റ്റ് ഒന്ന് ഓടിച്ചു. അപ്പോ നമുക്ക് കേറിട്ട് സംസാരിക്കാം. ഡയറക്റ്റ് ചാർജ് ആവണ്ട. ഹായ് ഗായ്സ്. അപ്പൊ നമ്മൾ വണ്ടി കേറിട്ട് എന്താണ് വണ്ടി കേറിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു ഫ്രൂട്ട്സ് ഷോപ്പ് നമ്മൾ നോക്കി. അത് പിന്നത്തേക്കുള്ളാണ് കുഞ്ഞി. സ്നാക്കല്ല, അവിടെ മേടിക്കാൻ അതല്ല. സുനു ഡാഡോ കോൾ ആക്കിയിട്ട് എന്തെങ്കിലും സൈഗുനും എബുന് സ്നാക്ക് മേടിക്കാൻ പറ. ഐ മീൻ ലേസ് 2 പാക്കറ്റ് മേടിക്കാൻ പറ. അവന്റെ ഉച്ചത്തെ ഫുഡ് എടുത്തിട്ടാണ് ഇപ്പൊ. ഞാനിങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോ എന്തെങ്കിലും ഡാഡടുത്ത് ഡാഡനോട് പറയാം. അപ്പൊ ഡാഡ ഫ്രൂട്ട്സ് മേടിക്കാൻ പോയി ഒരു കടയിൽ. ഒരു കട മീൻസ് നമ്മൾ എപ്പോഴും പോണ ആന്റിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട്. ഇപ്പൊ വേണോന്ന് എബു കരയാണ്. അപ്പോ അത്രേ ഉള്ളു ഗൈസ്. നമ്മള് ഫ്രൂട്ട്സ് മേടിച്ചിട്ട് ഇനി നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഡാഡാ എബുനു മമ്മ ആണല്ലേ? ഇതെന്താ ഡ്രസ് എടുക്കണ പെരുന്നാളിന്? എന്തെങ്കിലും നല്ലത് അല്ലേ? സോനു നോർമൽ ടീഷർട്ട് ഇരുന്ന് ഇഷ്ടമല്ലേ? കുറച്ച് ഹുഡീസ് ആൻഡ് ഓൾ ജാക്കറ്റ്സ്. ഹൽക്ക് നോർമൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ജയ്ക്ക് അങ്ങനെ ആക്കണമെന്നില്ല. ഇങ്ങനെ വെക്കുമ്പോ തന്നെ കാണാം. ബർത്ത്ഡേ ഗിഫ്റ്റ്. നെഴിഞ്ഞ് പോണുണ്ട് കേട്ടോ ഒരാള്. നോ വിട്ടോ ബാ ഡാഡ അമ്പടിക്കും. ബാ
അപ്പോ യാ നമുക്ക് ബേബി വരുമ്പോ ലെറ്റ്സ് കണ്ടിന്യൂ അവർ ജേർണി. ആന്റി പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിക്കോസ് നമുക്ക് ടൈം ഉണ്ടാവൂലല്ലോ. തുറന്നപ്പോ തന്നെ ബേബി തുടങ്ങും പോവാന്ന് ഇന്ന്, അതുകൊണ്ട് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിയുമ്പോ നോമ്പ് നോക്കി വേഗം ഷോപ്പ് ചെയ്യാൻ സ്വന്തം കാര്യം അപ്പൊ നോക്കൂല, നമുക്കുള്ളതെല്ലാം നോക്കി നടന്നുകൊണ്ടിരിക്കും ഇങ്ങനെ. പക്ഷെ ഇത് വേണം, സുനിന് ഇത് വേണം, എന്നിട്ട് അവക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല, ലാസ്റ്റ് മൊമെന്റിലായിരിക്കും എടുക്കണം. പറയോ നിന്റെ കാര്യം നോക്കടി, നിനക്ക് വേണ്ടത് എടുക്കടി പെട്ടെന്ന്. പോയാ നമുക്കൊരു ഐഡിയ ഇല്ല എന്താ മേടിക്കണേന്ന്. അവിടുത്തെ അതന്നെ നോക്കി ഇവിടെ പാന്റും പിടിച്ച വലിക്കല് വിൻഡോ ഒക്കെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചല്ലേ അജിത്ത് എന്റെ വീട്ടിലൊക്കെ പോകുമ്പോ ഫ്രൂട്ട്സ് ആയിട്ട് പോവാം. ഗൈസ് വി റീച്ച്ഡ് വെസ്റ്റ് സൈഡ്. അപ്പോ നമ്മൾ നോക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ സോനുനും സുനിനും പറ്റിയ 2 ഡ്രസ്സ് കാണിച്ചു. അപ്പൊ അവരത് ട്രൈ ചെയ്യാൻ പോണ്. നോ പറയല്ലേ കുഞ്ഞിക്കാം, ഗുഡ് ബേബി അല്ലേ ഉമ്മയുടെ. ഉമ്മ എടുക്കട്ടെ പോനെ. ഓക്കെ, അപ്പൊ സോനുള്ള ഡ്രസ്സ് ബേബി നോക്കിക്കൊണ്ടിരിക്കുക. അത് കൊള്ളാട്ടെ, ഈ ഒരു മോഡൽ നോക്കെ നല്ല രസമുണ്ട്. സെറ്റ് ട്രൈ ആക്ക്. ലാർജ് ഇല്ലേ? ആണോ? ആ അത് ഷോപ്പിൽ പോയിട്ട് വെബ്സൈറ്റ് പോയിട്ട് കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തു. സോണിനുള്ള ഒരു അടിപൊളി കോട്ട് സെറ്റ് കിട്ടി. കോട്ട് സെറ്റ് ഓഫ് കോട്ട് സെറ്റ് ബ്ലൂ കളർ ഞങ്ങൾ കാണിച്ചില്ല, നമ്മൾ മേടിച്ചു ബിക്കോസ് ഇറ്റ് വാസ് ലുക്കിംഗ് ഗുഡ്. പിന്നെ ഇനിയൊരു ഡ്രസ് സെലക്ട് ചെയ്തത് ഇട്ടപ്പോ ഒരു നോർമൽ ഫീൽ ചെയ്തു. അപ്പോ അതെടുത്ത് പിള്ളേർക്കുള്ളത് നോക്കി കിട്ടിയില്ല. ബേബി ഷോർട്സ് എടുത്ത് ബേബിക്കുള്ള ഷോർട്സ് കിട്ടി. സോ അഗെയിൻ ഗോയിങ് ടു ലുലു നൗ. അവിടെ എന്തെങ്കിലും കളക്ഷൻ ഉണ്ടെങ്കിൽ ഇനി അവിടെ നിന്ന് മേടിക്കാം. ഷോ ഷോപ്പിംഗ് അല്ല, ഓ എന്തിനാണ് പിക്കാക്കാൻ പോയെ? കൈ വീശി വരാനാ? നമ്മുടെ പെടലിക്ക് വെച്ചിട്ട് ഒരു ലോഡ് ഫ്രൂട്ട്സ് നമ്മുടെ പെടലിക്ക് വെച്ചിട്ട് നിങ്ങൾ എന്തിനാ അങ്കിൾ പിക്കാക്കാൻ വന്നത്? കൈ വീശി വരാനാ? കൈ ഒടിഞ്ഞു പോയി. അതന്നെ കള്ളത്തര കാണിച്ചു നമ്മളെന്തായാലും. എന്തായിരുന്നു ഞാൻ പാർക്ക് ചെയ്ത് വരാം. നിങ്ങൾക്ക് നമ്മളെ ആന്റിയുടെ വീട്ടിലെത്തി. 2 എണ്ണം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ബോളുമായിട്ട്. ഫുള്ള് ബിസി ആയിരുന്നല്ലേ ആന്റി? എത്തി മുതലാളി. പിന്നെ അയ്യോ ഒന്നൊന്നര അവസ്ഥ. നമ്മുടെ
അത് നാളെ മറ്റന്നാളെ കിട്ടും. ഒട്ടും വയ്യാട്ടോ വിതൗട്ട് അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കിന് ഒരു 10 minutes ഉണ്ടെന്ന് തോന്നുന്നു. 10-15 minutes ഉണ്ടല്ലോ. നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ലല്ലോ. പറയണ ചുരുത് she bought one dress. We didn't get even one. ഞാൻ കാണിച്ചു 2-3 ഡ്രസ്സൊക്കെ കാണിച്ചു. അവർക്ക് ഇഷ്ടമായി. ഇവർക്ക് ഒരെണ്ണം കാണിച്ചു. നിനക്ക് അത് വേണമെന്ന് വേറെ ഡെനിമിന്റെ എനിക്കും സുനനും ഹറി വരി ഇഷ്ടം. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ ട്രൈ ചെയ്തപ്പോ കുഴപ്പമില്ല. അപ്പൊ ഞാൻ അത് ഞാൻ കുറെ കാണിച്ചു. സോനു പക്ഷെ ഞാൻ ഹാപ്പിയാണ്. ഭയങ്കര ഹറിബറി ആയിട്ട് അപ്പോ ഞാൻ once again we are going for shopping inshallah. ഇനിയും ഉണ്ടല്ലോ കഴിഞ്ഞിട്ടില്ല. Yeah. നമുക്ക് ഇനി ഇപ്പൊ തൽക്കാലം പെരുന്നാളിന്റെ വയ്യ ഗൈസ്. ഇനി എടുക്കണെങ്കിൽ എന്തൊന്നും ഇവിടെ നോമ്പൊക്കെ അങ്ങനെ ഉണ്ടാവും. നോമ്പൊക്കെ വെറുതെ ചെയ്യുമ്പോ അപ്പൊ എന്ത് ചെയ്യണം? നാളെ മറ്റന്നാളെ എടുക്കണം. നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ഐറ്റംസ് ഒക്കെ വേണം. അതുകൊണ്ട് നാളെ അതിന് വേണ്ടി നാളെ അത് തീർത്തിട്ട് നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ നോക്കും ഇൻഷാല്ലാ. അപ്പൊ ഇപ്പൊ തൽക്കാലം നോമ്പ് തീർക്കാല വിശന്നിട്ട് വയ്യ. അതിന്റെ ആവശ്യമുണ്ട്. അപ്പോ സമയമായി നമുക്ക് നോമ്പ് തുറക്കാം അല്ലേ? മോനെ അജീത്തതയെ നോമ്പോറൊക്കെ സെറ്റ് ചെയ്തൊക്കെ സാധനം അതന്നെ ഞാൻ തന്നെ നേരത്തെ പോയി ഗ്യാസ്. ഒരു കടയിലേക്ക് കയറി വരും. ചിക്കൻ സമൂസ, പിന്നെ നമുക്കത് വെജ് സമൂസ ആക്കാം. ഇത് മറ്റേ എന്താണ് എഗ് ബോണ്ട, എഗ് ബോണ്ട, അതിൽ മസാല വെച്ചിട്ട് അത് സ്പെഷ്യല്. റോള്, ഉന്നക്കായ, ഫ്രൂട്ട്സ്, കട്ട്ലൈറ്റ്, അതെന്നാട്ടി റിങ് ഡോണറ്റ്. കുറെ വെറൈറ്റി. സിസ്റ്റർ ആൻഡ് ബ്രദർ ഇരുന്നിട്ട് ഇവിടെ ഫുള്ള് സെറ്റ് ആക്കണം. പശു ആണ് ഇതിന്റെയൊക്കെ ഇത്. എനിക്ക് ഇങ്ങനെയൊന്നും സെറ്റ് ചെയ്യാറുള്ളൂ. മാഷാഅല്ലാ മാഷാഅല്ലാ. കുറച്ചൊക്കെ റെസിപ്പിയൊക്കെ ഈ റോളൊക്കെ ഇല്ലേ, ചീസൊക്കെ വെച്ചൊക്കെ മഷു ഐറ്റംസ് അജീത്ത ഗ്രേറ്റ്. കറി സ്പെഷ്യലിസ്റ്റ്. പൊള്ളി പൊള്ളി. പറയൂ. ഞാനിങ്ങനെ ആലോചിക്കണേ എവിടെ തുടങ്ങണോ അത്. ഇന്ന് ചീറ്റ് ഡേ ആക്കിയാലോ അല്ല, എനിക്ക് സ്പെഷ്യൽ മധുരമില്ലാത്ത ജ്യൂസും ഇതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് മാത്രല്ല എനിക്കും ഉണ്ട് കേട്ടോ. അതല്ലാതെ ഞാൻ ആലോചിക്കുന്നത് ചീറ്റ് ഡേയും കൂടെ ആക്കിയാലോ. സ്നാക്കല്ലേ, സ്നാക്ക് കണ്ടിട്ടല്ലേ കഷ്ടപ്പെട്ട് ഇത്ര എല്ലാം ഉണ്ടാക്കിയാലോ. നമ്മ തീർത്തോളാം ബേബി. നിങ്ങൾ ഡയറ്റ് വിട്ട് കളിക്കല്ലേ, നമ്മളുണ്ട് അത് തീർത്തോളാം. ഇന്ന് കണ്ടിന്യൂ ക്യാമറ വെക്കണം ചുരു. എത്ര എണ്ണ നമുക്ക് നോക്കണം, എത്ര കഴിക്കോ. ഓക്കെ, വീട്ടിൽ പോയിട്ട് കാർഡിയോ ചെയ്താൽ മതി. സുനുടെ ഫേവറേറ്റ് മാംഗോ വലിയ ഗ്ലാസ്സിൽ കൊടുത്തു. സുനു ഇന്ന് അത്ര വിശന്നിരിപ്പുണ്ട്. ഓക്കെ, അൽഹംദുലില്ലാ. അങ്ങനെ 22ാമത്തെ നോമ്പ് നമ്മൾ അജീത്താന്റെ വീട്ടിൽ തുറക്കണം. ഇത്രയധികം കടികളും ഫ്രൂട്ട്സുകളും വെച്ചിട്ട് ബാമ്പ് കൊടുത്തിട്ടുണ്ട്. മഷു ഇവിടെ കുറുക്ക് കൊടുത്തിട്ട് കുടിക്കണം. എല്ലാം ടേസ്റ്റ് ചെയ്ത് കഴിച്ചോ, എല്ലാരും കഴിച്ചോ. ഞാൻ കഴിക്കട്ടെ. ഇവിടെ ഞാൻ എന്നെ ഞാൻ ഇപ്പൊ ഷുഗർ ഇല്ലാത്ത ജ്യൂസൊക്കെ കുടിച്ചാണ്. അയ്യോ അതന്നെ എനിക്കത് വേണ്ട. ഷുഗറുള്ള തന്നെ മാംഗോ ജ്യൂസ് എടുത്ത് ഞാനത് കഴിക്കട്ടെ. ആദ്യം തന്നെ ബേബി ഹെൽത്തി ആയിട്ടാണ് കഴിക്കണം, എന്നിട്ട് ഹെൽത്തി ആവാന്ന് വിചാരിച്ചു അല്ലേ. ഞാൻ ക്യാമറ ഇല്ലാത്തോണ്ട് കടികളിൽ നിന്നിട്ടുള്ള എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ ബിസി ആയിപ്പോയി കുറച്ച്. ആദ്യം തന്നെ മുട്ട ബിരിയാണി.
മസാല വെച്ചത്. എന്താ സൈക്കോ വെള്ളം കുടിച്ചിട്ടും ചോപ്പടുത്തിരിക്കെ ഇവിടെ വേണം ഇപ്പുറത്തെ എങ്ങനെയുണ്ട് എഗ് ബജി എങ്ങനെയുണ്ട് സമോസ ഇങ്ങോട്ട് നോക്കി പറയണം ഇങ്ങോട്ട് ആന്റി അടുത്ത് പറയുമ്പോ നമ്മുടെ വ്യൂവേഴ്സിന് മനസ്സിലാവും റിംഗ് ഓ അജിത്ത ഭയങ്കര സൂപ്പറായാലും നിങ്ങൾ രണ്ടുപേരുമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിന്നോട് പറയാൻ പാടില്ല. ഞാൻ സോനു നല്ലോണം വല്ലതും ചെയ്യും. എല്ലാം കടയിൽ നിന്ന് റെഡിമെയ്ഡ് പിടിക്കുന്ന ആളാണ്. അതിനൊരു സുഖമില്ല ഇപ്പൊ 2 വർഷമായിട്ട് ഞാൻ വീട്ടിൽ ചെയ്യുമ്പോൾ രസം. കുറെ കമന്റ്സ് അങ്ങനെ ഉണ്ടായിരുന്നു. അതായത് മഷൂർ ഒരു ഇൻസ്പിറേഷൻ ആയുണ്ട് ഈ റമദാനിൽ. കാരണം പലരും വീട്ടില് കടികൾ വെക്കാൻ മടിയായിട്ടിരിക്കുന്ന ടൈമില് വീട്ടില് മഷൂറയുടെ വ്ളോഗ് കണ്ടിട്ട് മടി പിടിക്കാണ്ട് ഓടിപ്പോയിട്ട് കടികൾ തന്നെ വെക്കാറുണ്ട്. കാരണം അത് മഷൂറാണ് അതിന്റെ ഇൻസ്പിറേഷൻ. കാരണം എന്താ വെച്ചാല് എല്ലാരും ഇപ്പോൾ പുറത്തുനിന്ന് കടികൾ വാങ്ങിച്ചിട്ടായിരിക്കും മിക്കവരും നോമ്പെടുക്കുക. അത് മാറിയിട്ട് വീട്ടിൽ തന്നെ വെക്കണമെന്നുള്ളൊരു ഇൻട്രസ്റ്റ് വന്നത് മഷൂരിന്റെ വ്ളോഗ് കണ്ടിട്ടാണെന്നുള്ള ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്റെ ഈ മോനെ കാണിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവും. പറയണല്ല, ഞാൻ മനുഷ്യനെ പൊക്കി പറയണല്ല. പക്ഷെ ഞാനും അങ്ങനെ പറയാറില്ല. ഇതൊക്കെ കൊറേ മാറിയല്ലോ. തന്നെ തന്നെ ജയിച്ചോണ്ടിരിക്കും. ഇങ്ങോട്ട് Slow ആയി. Bless you, guys. അടുത്ത കഴിക്കാൻ പോണേ അടുത്തത് സൈബോ അതിനടുത്ത് വരെ നീക്കി വെച്ച് അവൻ കൊട്ടു കട്ട്ലേറ്റും സമോസ സമൂസ. അല്ലെ സമോസ. അജിത്ത ഉണ്ടാക്കണ കട്ട്ലേറ്റ് സമോസ അല്ലേ ഉണ്ടാക്കണ കായ്പോള റിപ്പീറ്റ് തന്നെ. ഇന്ന് ഫുൾ വെറൈറ്റി. ചീസ് വെച്ച് ചില ചീസ് വെച്ചൊക്കെ ഉണ്ടാക്കിയത്. നമ്മള് വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യണം ആന്റി. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അങ്കിൾ കുറച്ച് പൊക്കി പറയാതെ വൈഫിലെ വെറുതെ പൊക്കി പറയണ്ട, ഇള്ളതേ പറയുള്ളൂ. ഞങ്ങള് നിന്നെ പൊക്കി പറയാറുണ്ട? ഇല്ല, ഞങ്ങളെ പറയാറുള്ളൂ. എല്ലാവരും ഉള്ളതായിട്ട് തന്നെ പറയാം. ഓക്കെ എല്ലാരും എൻജോയ് ചെയ്ത് കഴിക്കുന്ന കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കില് അയാൾക്ക് പ്രശംസ അർഹതപ്പെട്ടതാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്കതൊരു സന്തോഷം. ഏതൊരു ഭർത്താവായാലും മക്കളാണെങ്കിലും ബ്രദേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും അടുക്കളയിലൊക്കെ ഓരോരുത്തർ പണി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കി തരുമ്പോ കൊള്ളാതെ പാവർന്ന് പറയണം. അപ്രിസിയേഷൻ ഈസ് മസ്റ്റ്. വെറുതെ തിന്നിട്ട് എണീറ്റ് പോയാൽ പോലെ കൊള്ളാമെങ്കിൽ കൊള്ളാതെ പ്രത്യേകിച്ച് നോയമ്പം പിടിച്ചിട്ട് നമുക്ക് അതിന്റെ എരിവോ ഉപ്പോ പുളിയോ ഒന്നും അറിയാൻ പറ്റൂല അല്ലെ. നമ്മുടെ ഒരു കണക്കിന് നമ്മളൊക്കെ ചെയ്യുന്നത്. അത് നമ്മുടെ വീട്ടിലത്തെ ആൾക്കാർ ഇങ്ങനെ തിന്നിട്ട് അവരുടെ ഫേസിൽ ഒരു ഹാപ്പിനെസ് കാണുമ്പോ വി ഫീൽ ഗുഡ്. അത്രേ ഉള്ളൂ. അല്ല അവളൊന്നും വേണ്ടിയില്ല. ഞാനില്ല എനിക്ക് പറയാൻ പറ്റുന്ന സമയമില്ല. ഇങ്ങനെ മുട്ട ബജി കഴിച്ചു, അടിപൊളി. ഉള്ളിയുടെ കഴിച്ചു, അതടിപൊളി. ഇരുന്നൊക്കെ കഴിക്കാൻ നിങ്ങൾ എല്ലാം അറിഞ്ഞ എത്ര കഴിച്ചത്? 4 കടി കഴിച്ച ഒന്നും അറിഞ്ഞില്ല കേട്ടോ. എനിക്കൊരു ഉണ്ടാക്കണം. ഭാഷയോട് ഇഷ്ടപ്പെടും. ആണോ? ഓ ഇത് ഞാൻ വേറെ കഴിക്കാം. ആണോ? എപ്പോഴും ഫുഡ് കൊടുത്ത് കഴിക്കട്ടെ. കുറച്ച് ബിസി ആയി പോയി. അല്ലെങ്കിൽ അജീത് ഉണ്ടായിക്കൊണ്ടിരിക്കണൊക്കെ കാണിച്ചു. സീരിയസ്ലി ഞാൻ സോറി പറഞ്ഞതാ, നേരത്തെ പറയണം മാറ്റി ഹെൽപ്പ് ഒക്കെ ചെയ്യണോന്ന്. തുരുമാനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ ഇന്ന് ഞാൻ ചിട്ടയുണ്ട്, ഞാൻ കഴിക്കും കുറേ. കഴിച്ചോ എൻജോയ്. അതെന്താന്ന് തോന്നാം. ഇവിടുന്ന് നാളെ രാവിലെ പോയാൽ മതി. ഇവിടെ ഭർത്താവ് ഇവിടെ കുടിക്കാൻ അതാണല്ലോ ഉറങ്ങണ്ട. എവിടെയാണ് കമാന്ന് എല്ലാരും കേട്ടിക്കൊണ്ടിരിക്കണേ. ഒരാള് പോലും എന്റെ അടുത്ത് വേണമെന്ന് ചോദിച്ചില്ല. എന്റെ മോളാണ് എനിക്ക് വായി വെച്ച് തന്നത്. സോനു വേണ്ട ഇനി വേണ്ട എനിക്ക്. അതാണ് മഷൂരിനോട് എനിക്ക് അത്ര ഇഷ്ടം. ഇനി വേണം എനിക്ക് പൊളിക്കാം. എപ്പോഴൊന്ന് ഇച്ചിരി ഉണ്ട് ഇനി കൊടുത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞ നോമ്പ് കേട്ടില്ല കുട്ടി. നോമ്പ് തുറന്നു കൊടുക്കാം. എന്നാ കഴിക്കും. എഗ് റോൾ നമ്മുടെ വീട്ടിലത്തെ ഇങ്ങനെ കഴിച്ച് വെറൈറ്റി കഴിക്കുമ്പോൾ വി ഫീൽ സോ ഗുഡ്. ഇങ്ങനെ വേറെ ആൾക്കാരാക്കിയ കഴിക്കുമ്പോൾ ഫീലിംഗ് ഗുഡ്. ഇനി പെട്ടെന്ന് കൊടുക്കട്ടെ ഇപ്പൂനെ, എന്നാ ഞാൻ കഴിക്കട്ടെ. ബീഫാണ് എന്റെ എന്താ പറയണേ? അല്ല ഷീനോ വേണ്ട ഒഴിക്കണ്ട. എന്റെ വയറ് പൊട്ടാണ്. ഒപ്പം ജീവിച്ചിരിക്കുന്നയാള് യമി.
മമ്മ നോമ്പുണ്ടാ സമയത്ത് എല്ലാരും പശുവിന്റെ ഇതാ മധുരമില്ലാത്തതല്ലേ ചൂട് ചെയ്താ മോളെ അതല്ലേ മഴയില്ലാതെ കുടിക്കുന്ന എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ഞാൻ കുടിക്കേണ്ടത് എനിക്ക് അറിയാൻ കുടിക്കും ശീലായി എത്ര 2 months ആവാറായി വിതൗട്ട് ഷുഗർ. അതിൻ്റെതായ വ്യത്യാസം കാണിക്കും നമുക്ക് ഫേസിലായാലും. ആ പഫിനെസ് ഉണ്ടാവില്ല, നല്ല സ്ലിം ആയി. എന്റെ മുഖം മധുരം കഴിച്ചിട്ടാണോ മധുരം ഉപ്പ് ജ്യൂസ് ഇപ്പൊ വേണ്ട, വയറിനറിഞ്ഞു. ഫ്രിഡ്ജ് വെക്കണം. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞു. എല്ലാരും ഷിലി മോട്ടിലാണ് ഇവിടെ. ഓ കണ്ട ഇവിടെ ഡാഡി അടുത്ത് കളിക്കണേ നമ്മുടെ മുത്ത്. 1 2 റെസ്റ്റിംഗ് ആണോ കുട്ട? ഓക്കെ, അതായിരിക്കും ഞങ്ങൾക്കും നല്ല കുറച്ച് സമയം ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങും. ക്യാറ്റിനെ കാണോ? എവിടെ ക്യാറ്റ്? ക്യാറ്റ് എവിടെ? അതോടെ ക്യാറ്റ്. ആ ചപ്പലില്ലാതെ ബേബി ഇറിറ്റേഷൻ. ചപ്പലില്ലാതെ എടുക്കാൻ ആ ശീലമല്ല അവന് ചപ്പലിട്ടിട്ട് അങ്ങനെ. ക്യാറ്റ് കണ്ടോ? ക്യാറ്റ് മിയാവ്. ക്യാറ്റിനെ കണ്ടോ? മിയാവ്. ആ ചപ്പലില്ലാതെ ഇറങ്ങാൻ പറ്റുള്ള നിങ്ങളെ മോനി മുതലാളി. പ്ലീസ്, ഞാനാണ് ശീലിപ്പിച്ചത്, നിങ്ങൾ. ഞാനാണ് അവിടെ ഡെയിലി കൊണ്ടുപോകണം പുറത്ത്. അപ്പോ നോമ്പ് തോർന്നെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും റെസ്റ്റിലാണ്. ബേബി ഒരു നാപ്പൊക്കെ എടുത്ത് എണീറ്റ് സോനു ഒട്ടുക്കത്തെ ഉറക്കം. ബേബി വിളിച്ചിട്ട് എണീക്കണം. സോന് നാപ്പല്ല എടുക്കണേ, നൈറ്റ് ഉറക്കം പോലെ ഉറങ്ങുന്നുണ്ട്. പിന്നെ എനിക്ക് ആ ഭാഗ്യം ഇല്ലാത്തോണ്ട് പറയണ്ടല്ലോ, എന്റെ മോനാണ് ഡിസൈഡ് ചെയ്യണം ഉറങ്ങണോ വേണ്ടത്. അപ്പോൾ അവൻ ഇന്ന് ഡേ ടൈം ഉറങ്ങിയിട്ടില്ല. വീട്ടിൽ പോയിട്ട് ഉറങ്ങുമായിരിക്കും. അപ്പൊ നല്ല സുഖമായിട്ട് ഉറങ്ങിച്ചു. അവന് കാറ്റിന്റെ അടുത്ത് പോയും വേണം, പക്ഷെ അവന്റെ ക്രോക്സ് ഇല്ലാത്തോണ്ടിട്ട് ഈസ് നോട്ട് ഗെറ്റിംഗ് ഔട്ട്. അല്ലെ കുഞ്ഞി? ഇങ്ങനെയാണെങ്കിൽ ക്രോക്സ് കൊണ്ടുവന്നേ. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ക്രോക്സ് കൊണ്ടുവരാം കേട്ടോ. നാസ്റ്റൊക്കെ ചെയ്തിട്ട് ഇറങ്ങണം. ഇപ്പം 9:20 ആയി ടൈം. ഇനി ഇപ്പം എനിക്കോ രാവിലെ എനിക്കോ എനിക്കറിഞ്ഞൂടാ. ബേബി ഇന്ന് നോക്കിയാൽ എബ് കുത്തി ഇങ്ങനെ ആക്കിയ കുത്തോണം. എക്സ്ട്രാ ഫേസിൽ എന്തെങ്കിലും കാണുമ്പോൾ എല്ലാ എക്സ്പ്രഷൻ മമ്മൻ കഴിക്കണാണോ ഇപ്പോ? കാറ്റ് എന്താണ്? കാറ്റ് എന്താണ്? നിന്റെ ഫുഡ് എടുക്കാൻ, നിന്റെ ഫുഡ് കൊടുക്കാൻ പോണേണോ കാറ്റിന്? എന്തൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അവന്റെ വന്നപ്പോ തന്നെ ഡ്രസ്സൊക്കെ മാറി ഫുൾ സെറ്റാക്കി, എന്നിട്ട് കളിക്കാൻ തുടങ്ങിയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കിനി നാസ്ത ചെയ്യുമ്പോൾ കാണാം.
പാട്ട് എന്താണത്? പാടുന്ന പാട്ട് പാട് പാട് പാത്തുട്ടി പാത്തുട്ടി തിന്ന് ഗൈസ്, അപ്പൊ പാത്തുട്ടി. നമ്മള് 10 മണി കഴിഞ്ഞു. ഓ അപ്പൊ യാ, കൊറേ നേരം അജിത്ത് ഇന്ന് വിടാനുള്ള പ്ലാൻ ഇല്ല, പക്ഷെ ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂ. ഒരു കാരണം workout എനിക്ക് പ്രാന്തനായ നമ്മുടെ എനിക്ക് ഭർത്താവ് മണിക്കൂറൊക്കെ ഒന്ന് നടക്കുകയൊക്കെ ചെയ്യണം. Obsession. എന്താണ് 10 രൂപ റെഡിയപ്പോ പോകണം. ഉറങ്ങി എണിച്ച് തുടുത്ത് ബ്ലഷ് ആയിരിക്കും. സോണി എന്താ വേണ്ട? പത്തിരി. അപ്പൊ നല്ല അടിപൊളി നൈസ്. എന്താ വേണ്ട? ഇടിയപ്പം ഫോർ എ ചേഞ്ച്. ഇടിയപ്പം യാ, ഒരെണ്ണം മതി കേട്ടാ, 8 എണ്ണം ഇടാതെ. പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. ഗുഡ് ബോയ്. അപ്പൊ പത്തിരിക്ക് നമുക്ക് അടിപൊളി മട്ടൺ ചോപ്സ് ഉണ്ട്. ഞാനും മട്ടണ കഴിക്കാൻ പോകും. ബീഫ് ഉണ്ട്, നല്ല അടിപൊളി മട്ടൻ കറിയും ബീഫ് ബീഫ് കറി ഒരു സൈഡില്. ഞാൻ ഇട്ടോളാം. എല്ലൊക്കെ എനിക്ക് കണ്ടി അവർക്ക് എന്റെ ഡയറ്റൊക്കെ എന്തായെന്തോ അറിഞ്ഞൂടാ എല്ലൊക്കെ കഴിക്കാൻ. അറിഞ്ഞും കുറഞ്ഞു വന്നിട്ട് കംപ്ലീറ്റ്. കഴിച്ച് റിവ്യൂ പറയും. ഇത് ഇത്താടെ ഫേവറേറ്റ്. ഇത്ത എന്തൊക്കെ ഉണ്ടാക്കിയ? മറ്റേ അതാണ് രണ്ട് കറിയിൽ എക്സ്പെർട്ട് ആണ് കറിയിൽ എക്സ്പെർട്ട് ആണ് പറഞ്ഞ ഇവിടെ. നമ്മുടെ എക്സ്പെർട്ട് ഇപ്പുണ്ട്. സേറാമിയുടെ കറി നമ്മളെപ്പോഴും വന്ന് കഴിക്കാറുള്ള കറി എക്സ്പേർട്ട്. മട്ടൻ കറി അടിപൊളി. നല്ല കിടല മട്ടൻ കറി. ഒരാളോടെ നക്കുണ്ട് ഇത് മാറ്റ്, അത് കാണിക്കണം. ഈ സൈഡ് മട്ടൻ. ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ഇതില് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു മട്ടൻ. കൂട്ടിട്ട് ഓക്കെ. എന്റെ അഭിപ്രായം ചിക്കൻ ഫസ്റ്റ് പ്രൈസ്. രണ്ട് ടേസ്റ്റ്. വെള്ളം കൊടുക്കാൻ ബീഫ് അടിപൊളിയായിട്ട് സൂപ്പറുണ്ട്. കമ്പയർ ചെയ്യാൻ പറ്റില്ല, എന്നാലും മട്ടൻ കുറച്ചുകൂടെ കൊള്ളാം. അടിപൊളിയാണ് മട്ടൻ കിട്ടുന്നത്. തരൂ. ഗോ. പക്ഷെ ബീഫ് നല്ല വേറൊരു ഡിഫറെന്റ് ടച്ചിലാണ്. എന്താ പ്രശ്നം? റിവ്യൂ പറയാൻ പോലും സമ്മതിക്കല്ലോ. വെള്ളം ഞങ്ങൾ ഐസ് വാട്ടർ. ഐസ് വാട്ടർ ശീലിപ്പിച്ച് തോന്നുന്നെന്ന് ആര്? അനിയനെ ശീലിപ്പിച്ച് തോന്നുന്ന ആര്? കുർത്തക്കെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഇതിന്റെ ജെറോക്സ് ആണ് അവൻ. എല്ലാത്തിനും അവൻ ഈ ജെനിയുടെ പാട്ട് കേൾക്കണം, തണുപ്പ് വെള്ളം കുടിക്കണം. അവൻ മേൽ വേർഷനാ ദീദിയുടെ. ദീദിന്റെ ആളാണ്. ഗൈസ്, അപ്പൊ വാലാക്കിയതൊക്കെ മതി. ഞാൻ കഴിക്കട്ടെ. എന്റെ പ്ലേറ്റ് കണ്ടില്ലേ, അനാഥായിട്ട് ഇരിപ്പോട്ടെ. അടിപൊളി കേട്ടോ. നല്ല മട്ടൻ കറി ഒരു രക്ഷയില്ല. എല്ലു ആര്യൽ. ഓ, എനിക്കൊരു കിറ്റുള്ള ഐറ്റം ആക്കിയിട്ടുണ്ട്. ബേബി ഒപ്പം തന്നെ താത്. വലിക്കുള്ള സാധനം വേണം. പക്ഷേ ഇത് മട്ടന്റെ ഉള്ളിലാ എല്ലാവർക്കും അതൊക്കെയാണ് ഇഷ്ടം. ബോൺ മാരോ. ബോൺ മാരോ. സോനിനെ ഞാൻ കമ്പിട്ടുണ്ടോ വിളമാനെ പല്ലി കഴിക്കാൻ പറ്റില്ല. അടിപൊളി. കുതിര Goosebumps. പുള്ളി. വാവ്. മതി അങ്ങനെ ഇടല്ലേ. ഇച്ചിരി ഇച്ചിരി എനിക്ക് ഒട്ടടിക്ക് ഇടുന്ന ഇഷ്ടമാണ്. സോനു ഇട്ടില്ല. ഞാൻ വേറെ ഒന്നും തോന്നുന്നില്ല കേട്ടാ. ബീഫ് ടേസ്റ്റ് ചെയ്തോന്ന്. അടിപൊളിയായിരുന്നു. മട്ടനൊക്കെ കൂടുതലുണ്ട്. ബീഫും പൊളി. രണ്ടും അടിപൊളി. Yummy. So let's enjoy. നിങ്ങളും എൻജോയ് ചെയ്യൂ ഗൈസ്. പ്ലേറ്റ് പതുക്കെ ഇച്ചിരി ഇച്ചിരി ഇട്ട് തിന്നണേ. പ്ലേറ്റ് കാണുന്നുണ്ടോ? പൊളി കണ്ണിടും. നല്ല കാണിച്ചു കൊടുത്ത നല്ല ഉള്ളിലത്തെ സാധനം എന്താണ് നോക്കണ്ട. നീങ്ങനെ പ്ലേറ്റിലെല്ലാം ഉള്ളിൽ മറ്റേ എല്ലിന്റെ ഉള്ളിൽ വിളിക്കണ ബോൺമാരോ. നല്ല ഉണ്ടെന്നിട്ടുണ്ട് ഇവിടെ ഗൈസ്. ഇത്ര ടേസ്റ്റ് ഉള്ള കറിയൊക്കെ കഴിച്ചിട്ട് നമ്മളെ വീട്ടിൽ കഴിക്കാൻ വരുമ്പോ ഇവർക്ക് എന്ത് തോന്നാനാ? ഒരു തോന്നാനുണ്ടാവില്ല. ഒന്ന് പോയേ. അങ്ങനെ എപ്പോഴും എന്നെ വന്ന് പോയിട്ടോട്ടെ. ഞാൻ എന്ത് വെച്ചു കൊടുത്താലും അങ്ങനെ ഭയങ്കര നമുക്ക് കഴിക്കാം. എൻജോയ് ആദ്യം.
ആന്റി അടിപൊളി നോമ്പ് തരായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇതാ അടിപൊളി നോമ്പ് തരായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു പറയണ്ടേ? അടിപൊളി നോമ്പ് വരായിരുന്നു. അടുത്ത വർഷം ഇൻഷാല്ല ഇതുപോലെ അടിപൊളി നോമ്പ് വരാം. നമുക്ക് എല്ലാവർക്കും കൂടെ അതെ എത്തിച്ചേർത്തെ കൂടാൻ വേണ്ടി അല്ലാതെ എത്തിച്ചേർത്തെ. സോ പോലെ നമുക്ക് എല്ലാവർക്കും അസ്സലാമലൈക്കും. അവളുടെ ഇന്ന് മാറില്ല. എബുന്റെ ഒരു കാര്യം മറന്നിട്ടില്ലല്ലോ നമ്മൾ. ഫുഡിന്റെ ഐറ്റംസ് എടുത്ത്, ബാഗ്, ഫോണ്. ഓക്കെ. Okay guys, so that's it for today's vlog. We'll see you all in our very next video. मेरे मोन ആണ് അത്. मेरे മോൻ ഡാഡ കളിക്കാനൊക്കെ വേണോ? എടുക്കണ്ട. Okay guys, we'll see you all in our very next video. Bye. ഒരു ബൈ പറഞ്ഞേ ആന്റി. ബൈ.